ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇന്നത്തെ ക്ലാസ് കണ്ടോ? അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാടാ? ഭിന്നസംഖ്യകൾ അല്ലേ? മൂന്നാമത്തെ പാടായ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഭിന്നസംഖ്യകൾ എന്താണെന്നറിയാം. എന്താണ് ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് അംശവും ഛേദവുമായിട്ട്, അതായത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ A/B ഫോം അല്ലേ, അങ്ങനെ എഴുതാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് പരപ്പളവ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? പരപ്പളവ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? അറിയാം. അപ്പോൾ അത് എങ്ങനെ വെച്ചിട്ടുള്ളതാ? എണ്ണൽ സംഖ്യകൾ വെച്ചിട്ടുള്ള പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ചതുരത്തിൻ്റെ നീളം 2ഉം വീതി 1ഉം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ചതുരത്തിൻ്റെ നീളം 16ഉം വീതി 7ഉം എങ്കിൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? അതുപോലെ തന്നെ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം 4 ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ്. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ എണ്ണൽ സംഖ്യകൾ വെച്ചിട്ട് എന്ത് കാണാൻ പഠിച്ചിട്ടുണ്ട്? ചതുരായാലും സമചതുരായാലും ത്രികോണായാലും എന്തിൻ്റെ ആയാലും നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പരപ്പളവും ചുറ്റളവും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു കൂട്ടം സംഖ്യകളെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു അല്ലേ? അതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ് തൊട്ട് നിങ്ങൾ കണ്ടുവരുന്നതാണ് ഭിന്നസംഖ്യകൾ അല്ലേ? അപ്പം ഇനി ആ ഭിന്നസംഖ്യകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് അറിയണം? പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് അറിയണം. അപ്പോൾ അത് ടീച്ചർ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ എങ്ങനെയായിരുന്നു സാധാരണ ഒരു എണ്ണൽ സംഖ്യ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചതുരമാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്തിരുന്നത്? ചതുരത്തിനെ നമ്മൾ തുല്യ ഭാഗങ്ങളാക്കും അല്ലേ? കുഞ്ഞേ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റുമായിരുന്നു ചെയ്തിരുന്നത് അല്ലേ? എന്നിട്ട് ആ കുഞ്ഞു സമചതുരങ്ങളുടെ പരപ്പളവായിരുന്നു എന്ത്? നമ്മുടെ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അതേ തത്വം, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഭിന്ന പരപ്പളവിനും നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭിന്ന പരപ്പ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഭിന്നസംഖ്യകൾ വെച്ചുകൊണ്ട് നമ്മൾ പരപ്പളവ് കണ്ടുപിടിക്കുകയാണ്, വിവിധ ഷേപ്പുകളുടെ. അപ്പോൾ ഇപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ചതുരം സമചതുരത്തിൻ്റെ പരപ്പളവാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 5.5, വീതി എന്ന് പറയുന്നത് ഒരു 3.5. ക്ലാസ്സിൽ നിങ്ങളുടെ വിക്ടേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അളവ് തന്നെയാണ് അത്, ഏകദേശം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ആ ടീച്ചർ എന്താ ചെയ്തത്? നമ്മൾ എണ്ണൽ സംഖ്യകളായിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? 1 സെൻറ്റിമീറ്റർ വീതമുള്ള അല്ലെങ്കിൽ 1 മീറ്റർ വീതമുള്ള, 16 മീറ്റർ ആണെങ്കിൽ നമുക്ക് 1 മീറ്റർ, 16 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് 1 സെൻറ്റിമീറ്റർ, അങ്ങനെയുള്ള തുല്യ സമചതുരങ്ങളാക്കിയിട്ട് നമുക്ക് മാറ്റായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുമോ? ഇല്ല. ഇവിടെ ഒരു 1/2, 5.5, 3.5 എന്നൊക്കെ പറയുമ്പോൾ ഒരു 1/2 ഇവിടെ ബാക്കി വരികയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തുല്യമായിട്ട് നമുക്ക് ഭാഗിക്കണം. തുല്യ സമചതുരങ്ങളായിട്ടാണ് നമുക്ക് ഭാഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/2 വെച്ചിട്ട് ഭാഗിക്കുക. ഇപ്പോൾ ഇവിടെ 5.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക? 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക? ഭാഗിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതുപോലെ തന്നെ 3.5 ഉള്ള ആ വീതിന് നമ്മൾ എന്ത് ചെയ്യുക? ഭാഗിക്കുക, 1/2 വെച്ചിട്ട് തന്നെ ഭാഗിച്ച് പോവാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? തുല്യ സമചതുരങ്ങൾ കിട്ടും അല്ലേ? ഇനി ഈ സമചതുരങ്ങളുടെ അവിടെ എത്ര സമചതുരങ്ങൾ ഉണ്ടായോ ആ സമചതുരങ്ങളുടെ പരപ്പളവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടും. അതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇനി അത് വെച്ചിട്ടുള്ള കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനങ്ങളാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ ഒരു ബോക്സിലാക്കിയിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് അളവുകൾ ഭിന്നസംഖ്യകളായാലും ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളത്തിൻ്റെയും വീതിയുടെയും ഗുണനഫലം തന്നെയാണ്. അതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? നമ്മൾ എണ്ണൽ സംഖ്യകൾ ചെയ്തപ്പോഴും ഭിന്നസംഖ്യകൾ ചെയ്തപ്പോഴും ചെറിയ സമചതുരങ്ങളാക്കി മാറ്റി അതെന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ചു? ചതുരത്തിൻ്റെ നീളത്തിൻ്റെയും വീതിയുടെയും ഗുണനഫലം തന്നെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ നീളം വീതിയും തന്നു കഴിഞ്ഞാൽ അത് ഏത് എണ്ണൽ സംഖ്യ ആയിക്കോട്ടെ ഭിന്നസംഖ്യ ആയിക്കോട്ടെ, ചതുരത്തിൻ്റെ ആയാലും സമചതുരത്തിൻ്റെ ആയാലും പരപ്പളവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിനൊരു വ്യത്യാസം വരുന്നില്ല. നീളം ഇൻറ്റു വീതി, ആ ഫോർമുല തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ആദ്യം പറയുന്നത്. ഇനി നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ.